ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 14 ബുധനാഴ്ചയാണ്. ഇന്നലെ യു.എസിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു. ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് ശേഷം യു.എസ് മാർക്കറ്റുകൾ ഒരു ഹെവി സെൽ ഓഫിലേക്കാണ് പോയത്. ഡൗ ജോൺസ് 500 പോയിന്റ്സിലേറെ ഇടിഞ്ഞു. ഡൗ ജോൺസിനെ സംബന്ധിച്ച് 2023 മാർച്ചിന് ശേഷമുള്ള ഒരു വേഴ്സ്റ്റ് ഡേ തന്നെയായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളും 1% ഇടിയുകയുണ്ടായി. ഇനി നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റിയിലേക്ക് വന്നാൽ ഏകദേശം 200 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ വാർത്തകളും നോക്കാനുണ്ട്. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റായി റിലേറ്റഡ് ആയ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ട കുറച്ച് മാർക്കറ്റ് വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അത് ഏറ്റവും ചുരുക്കി തന്നെയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണുക. ആദ്യത്തെ വാർത്ത, ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ശ്രീ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിബ് അൽ നഹിയാസും ഫെബ്രുവരി 13 അബുദാബിയിൽ UAE റുപ്പേ കാർഡ് സേവനം അവതരിപ്പിച്ചു. UPI റുപ്പേ കാർഡ് അവതരിപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള ഇടപാടുകൾ സുഗമമാക്കുക എന്നതാണ്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബി സന്ദർശനത്തിനിടെ ഒപ്പുവെച്ച ധാരണാപത്രത്തെ തുടർന്നാണ് ഈ സംരംഭം. കൂടാതെ ഇന്ത്യ ശ്രീലങ്കയിലേക്കും മൗറീഷ്യസിലേക്കും UPI സംവിധാനം വിപുലീകരിച്ചത് ഫെബ്രുവരി 12 എന്തായാലും ഈ വാർത്ത ഫിൻടെക് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ ബാങ്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. റീറ്റെയിൽ ആൻഡ് ഇ-കൊമേഴ്സ്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ സെക്ടറുകളിലുള്ള കമ്പനീസിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഇന്നലെ മാർക്കറ്റിന് കൂടുതൽ ഊർജ്ജം പകർന്ന മറ്റൊരു വാർത്തയിലേക്ക്. ഇന്നലെ പ്രീ മാർക്കറ്റിൽ MICA ഇൻഡെക്സിൽ ആഡ് ചെയ്യാൻ സാധ്യതയുള്ള കമ്പനികളെ കുറിച്ച് പറഞ്ഞിരുന്നതാണ്. ഇൻഡെക്സ് പ്രൊവൈഡർ MSCI ഫെബ്രുവരി അവലോകനത്തെ തുടർന്ന് ആഗോള നിലവാരത്തിലുള്ള എമർജിംഗ് മാർക്കറ്റ് സൂചികയിൽ ഇന്ത്യയുടെ വെയിറ്റേജ് 18.2% ഉയർത്തി. ഫെബ്രുവരി 29 വിപണി അവസാനിച്ചതിന് ശേഷമാണ് മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക. 2020 നവംബർ മുതൽ സൂചികയിലെ ഇന്ത്യയുടെ വെയിറ്റേജ് ഏകദേശം ഇരട്ടിയായി. ഇന്ത്യയുടെ വെയിറ്റേജിൽ ഇത്രയധികം വർധനവ് വരാനുള്ള കാരണങ്ങൾ FPI ഇൻഫ്ലോസ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻഫ്ലോസ് വളരെയധികം കൂടി. ആഭ്യന്തര ഇക്വിറ്റി പ്രകടനം വളരെയേറെ മെച്ചപ്പെട്ടു. മറ്റ് എമർജിംഗ് മാർക്കറ്റുകളുടെ പ്രകടനം മോശമായതും ഇതിന് കാരണമാണ്. പ്രത്യേകിച്ച് ചൈനീസ് മാർക്കറ്റിന്റെ മോശം പ്രകടനം ഇന്ത്യക്ക് കൂടുതൽ ഗുണകരമായി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തത് ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച വാർത്തയാണ്. ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റയിലേക്കാണ്. 2023 ജനുവരിയെ അപേക്ഷിച്ച് ഇന്ത്യൻ ഓട്ടോമൊബൈൽ വ്യവസായം റീറ്റെയിൽ വിൽപ്പനയിൽ 15% വർധനവ് രേഖപ്പെടുത്തി. മൊത്തം 2.13 ദശലക്ഷം യൂണിറ്റുകളാണ് വിറ്റത്. ആദ്യം പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ റെക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടായത്. 13% വളർച്ചയാണ് ജനുവരി മാസത്തിൽ കണ്ടത്. ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയിൽ 15% വളർച്ചയാണ് ജനുവരിയിൽ കണ്ടത്. കൂടാതെ 3 വീലർ സെഗ്മെന്റിലുള്ള വാഹനങ്ങളിലും നല്ല വിൽപ്പനയാണ് കണ്ടത്. 37% വളർച്ചയാണ് ജനുവരി മാസം ഉണ്ടായത്. ഇനി വാണിജ്യ വാഹനങ്ങളുടെ കാര്യത്തിലാണ് ഒരു ഇടിവ് സംഭവിച്ചത്. 0.1% ഇടിവാണ് കണ്ടത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് കടന്നുപോയത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മാത്രമല്ല വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിഫ്റ്റി 21,743 0.59% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ 21,520 മുതൽ 21,540 വരെ പ്രധാനപ്പെട്ട ഒരു സോൺ തന്നെയായിരുന്നു. നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് ഇന്നലെ അവിടെ കണ്ടത്. അവിടെ നിന്നും ഒരു പുൾ ബാക്ക് വന്നെങ്കിലും 21,760, 21,730 വരെയുള്ള സോണിൽ എത്തി. നിഫ്റ്റിക്ക് അതിൻ്റെ മുകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം പ്രധാനപ്പെട്ട ഒരു ഹവർലി മൂവിങ് ആവറേജ് കൂടി ആ ലെവലിലുള്ളത് അത് ഒരു കാരണമായിട്ടുണ്ടാകാം. അടുത്തത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 53 ഒരു അപ്വേർഡ് സ്ലോപ്പിലാണ് RSI ഉള്ളത്. ഒരു സൈഡ് വേസ് ബുള്ളിഷ് മൊമെന്റമാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നിഫ്റ്റിയുടെ അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാതെ ഇരുന്നത് ഒരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ നമുക്ക് കാണാം. നിഫ്റ്റിയെ സംബന്ധിച്ച് 21,500 വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 21,800 മുതൽ 21,850 വരെയുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോൺ തന്നെയാണ്. എന്തായാലും നിഫ്റ്റി 21,850 റേഞ്ചൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നിഫ്റ്റി പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോഴും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ബിയറിഷ് സെന്റിമെന്റിൽ തന്നെയാണുള്ളത്. ഡേ ക്യാൻഡിൽ ഒരു ഹാമർ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 22,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം വരുന്ന സ്ട്രൈക്ക് 22,500 അതിനുശേഷം 21,800 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,500 അതിനുശേഷം 21,600 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചു തരുന്ന ഒരു റെസിസ്റ്റൻസ് 21,800 സപ്പോർട്ടിന് സാധ്യതയുള്ള സോൺ 21,500 മുതൽ 21,600 വരെയുള്ള സോണുമാണ്.
അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം 21,750 സ്ട്രൈക്കിൽ കോൾ സൈഡിൽ 19% ഇടിവാണ് കാണുന്നത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 81% വർധനവുണ്ട്. ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 21,700 സ്ട്രൈക്കിൽ 36% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 30% ഇടിവ് കോൾ സൈഡിൽ കാണാം. അവിടെ ഒരു ഷോർട്ട് കവറിംഗ് ആണ് നടക്കുന്നത്. അടുത്ത സ്ട്രൈക്ക് 21,800 ആണ്. 16% വർധനവാണ് അവിടെയുള്ളത്. അതായത് ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത്. പുട്ട് സൈഡിൽ കോൾ സൈഡിലേക്ക് വന്നാൽ 17% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആ സ്ട്രൈക്കിലും കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 45,502 1.38% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 44,800 മുതൽ 44,600 വരെയുള്ള ഒരു സോൺ ഒരു കുഷ്യൻ പോലെയായിരുന്നു ഇന്നലെ ആക്ട് ചെയ്തത്. ഈ ഒരു സോണിലേക്ക് താഴെ വീണ ബാങ്ക് നിഫ്റ്റി അവിടെ നിന്നും ഉയർത്തെണീറ്റു. ഒരു പുൾ ബാക്ക് ആ സോണിൽ ലഭിച്ചു. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിയുടെ 200 ഡേ EMA ഉള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് 44,690 ആണ്. അതും ഈ റേഞ്ചിൽ തന്നെയായിരുന്നു. കൂടാതെ ഡെയിലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ കാണിക്കുന്നത് ഒരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ എടുക്കാം. ഇനി അപ്സൈഡിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാവാൻ സാധ്യതയുള്ളത് 46,000 മുതൽ 46,200 വരെയുള്ള സോണാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 44,800 മുതൽ 44,600 വരെയുള്ള സോൺ ക്രൂഷ്യൽ ആവാൻ സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 47,000 കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,000 അതിനുശേഷം 46,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 45,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക്. അതിനുശേഷം 44,000 അതിനുശേഷം 44,500 വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 45,000 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 46,000 മുതൽ 46,500 വരെയുള്ള സോണുമാണ്. ഇനി ഇന്നലെ ഇന്ത്യ വിക്സ് 16 താഴെ 15.81 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത്. 1.59% ഇടിഞ്ഞായിരുന്നു ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം Q3 റിസൾട്ടുകളിലേക്ക്. ഓയിൽ ഇന്ത്യ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 1,584.3 കോടി രൂപയിലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 9.3% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും ഒരു ഇടിവ് കാണുന്നുണ്ട്. 0.9% ഇടിവാണ് വന്നിരിക്കുന്നത്. 5,324 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി സി എന്റർടൈൻമെന്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 141% വർധനവാണ് വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 58.5 കോടി രൂപയാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 3% ഇടിവാണ് വന്നിരിക്കുന്നത്. 2,045.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി IRCTC ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 17.4% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് 300 കോടി രൂപയിലാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 21.8% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 1,118.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ടാറ്റ മോട്ടോഴ്സ്. ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ പ്രൈസ് ടാറ്റ മോട്ടോഴ്സ് 1% മുതൽ 8% വരെ കുറയ്ക്കുമെന്ന് കമ്പനി അറിയിച്ചു. ഏകദേശം 1,20,000 രൂപ വരെയാണ് വില കുറയ്ക്കുക. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. മറ്റൊരു വാർത്ത റെയിൽടെൽ കോർപ്പറേഷനെ സംബന്ധിച്ചതാണ്. ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്നിവയ്ക്കായി 140 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ പ്രസാർ ഭാരതി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും ലഭിച്ചു. മറ്റൊരു കമ്പനി ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. ഇന്ത്യൻ നാവികസേനയുമായി 2,167.47 കോടി രൂപയുടെ പുതിയ ഒരു കരാറിൽ കമ്പനി ഒപ്പിട്ടു എന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. മറ്റൊരു വാർത്ത വിപ്രോയിനെ സംബന്ധിച്ചാണ്. ഇൻഷുറൻസ് മേഖലയിലെ കൺസൾട്ടിംഗ് സേവനശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനായി US ബേസ്ഡ് ആയ അഗ്നി ഗ്ലോബൽ ഇങ്കുമായി $66 മില്യൺ കരാറിൽ ഒപ്പുവെച്ചു എന്നൊരു വാർത്ത. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ. ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, അശോക് ലൈലാൻഡ്, ഓറോബിന്ദോ ഫാർമ, ബൽറാംപൂർ ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, ബയോകോൺ, ഡെൽറ്റ കോർപ്പ്, ഇന്ത്യ സിമന്റ്, ഇൻഡസ് ടവേഴ്സ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ നോക്കാം. ഏകദേശം 646 കമ്പനികളുടെ റിസൾട്ടാണ് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രം നമുക്കിവിടെ പറയാം. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ക്രോംപ്ടൺ ഗ്രീവ്സ്, ഡിഷ്മാൻ, ഗ്ലൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ്, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ്, IPCA ലബോറട്ടറീസ്, മുത്തൂറ്റ് ഫിനാൻസ്, നാറ്റ്കോ ഫാർമ, നാരായണ ഹൃദയാലയ, NMDC, സൺ TV നെറ്റ്വർക്ക്, വോക്കാഡറ്റ് എന്നീ കമ്പനികളാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ സ്റ്റഡി നിഫ്റ്റി മലയാളം ചാനലിൽ രാവിലെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് രാവിലെ 7:30 ഉണ്ടായിരിക്കും. അതിനുശേഷം ഏകദേശം 10 മണിയോടുകൂടി തന്നെ നമ്മൾ ഇപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വളരെ നേരത്തെ തന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈവ് നിർബന്ധമായും കാണുക. ഒത്തിരിയേറെ എഫേർട്ട് ഉണ്ട്. രാവിലെ
10 മണി മുതൽ ഏകദേശം 3-3:30 വരെ നമ്മൾ യൂട്യൂബ് ലൈവിലുണ്ടായിരിക്കും. അപ്പോൾ ഒത്തിരിയേറെ എഫേർട്ട് എടുക്കുന്ന ഒരു സെഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്ക്. കല്യാൺ ജ്വല്ലേഴ്സ് നമ്മൾ എൻട്രി ചെയ്തത് 350 എന്ന നിലയിലായിരുന്നു. ഫെബ്രുവരി 8-നായിരുന്നു എൻട്രി എടുത്ത്. 370 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. 5.4% നമുക്ക് പ്രോഫിറ്റായിട്ടും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും ഈ സ്റ്റോക്കിൽ സാധിച്ചു. നല്ല പ്രോഫിറ്റാണ് ലഭിച്ചത്. ഇന്നലെ ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന മറ്റൊരു സ്റ്റോക്ക് സൂര്യ റോഷിനി ആയിരുന്നു. ഇൻട്രാഡേയിൽ നമ്മൾ എൻട്രി എടുത്തത് 635 എന്ന നിലയിലായിരുന്നു. 647 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 1.89% പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് F&O സെഗ്മെന്റിൽ ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ്. ഐഷർ മോട്ടോഴ്സ് 4000 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 3830 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 3760 ആയിരുന്നു. നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. നല്ല പ്രോഫിറ്റാണ് ഐഷർ മോട്ടോഴ്സിൽ ലഭിച്ചത്. ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത മറ്റൊരു സ്റ്റോക്ക് ഹിൻഡാൽകോ ആയിരുന്നു. 530 PE ആയിരുന്നു പറഞ്ഞത്. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന ഫസ്റ്റ് ടാർഗറ്റ് 500 ആയിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 496 വരെ സ്റ്റോക്ക് ഡൗൺ ആയി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ഹിൻഡാൽകോയിൽ ലഭിച്ചത്. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത F&O സ്റ്റോക്ക് DLF ആയിരുന്നു. 820 PE ആയിരുന്നു പറഞ്ഞത്. ഫെബ്രുവരി 12-നായിരുന്നു എൻട്രി എടുക്കുന്നത്. എൻട്രി എടുത്ത പ്രൈസ് 814. ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 800 ആയിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി അടുത്തത് നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും ട്രേഡുകളാണ്. നിഫ്റ്റി 21,600 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 21,633 എന്ന നിലയിലാണ്. ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റി 45,000 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 44,875 എന്ന നിലയിലാണ്. ബാങ്ക് നിഫ്റ്റിയും ഹോൾഡിങ്ങിൽ തന്നെയാണ്. രണ്ടിലും നമുക്ക് ടാർഗറ്റിന് പുറമെ വലിയ പ്രോഫിറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയേറെ മാർക്കറ്റ് ഡൗൺ ആണ്. ഇന്നലെ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും ഒരു പെർഫോമൻസ് ആണ് ഇവിടെ നോക്കിയത്. ഇനി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെ 376 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. DIs ആവട്ടെ 273 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇനി US മാർക്കറ്റിലേക്ക്. എല്ലാ സംഭവ വികാസങ്ങളും ഇന്നലെ നടന്ന് US മാർക്കറ്റിലാണ്. കഴിഞ്ഞ 5 ആഴ്ചയായി റാലിയിലായിരുന്ന US മാർക്കറ്റുകൾ ഇന്നലെ വലിയ ഇടിവിലേക്ക് പോയി. US കോർ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു. എസ്റ്റിമേറ്റുകളെ മീറ്റ് ചെയ്യാത്തത് കാരണം മാർക്കറ്റ് ഒരു വലിയ ഇടിവിലേക്ക് പോയി. US ജനുവരി ഇൻഫ്ലേഷൻ മന്ത് ഓൺ മന്ത് ബേസിസിൽ 0.3% ഡാറ്റ വന്നത്. എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത് 0.2% അവിടെയും വർധനവുണ്ടായി. US ജനുവരി ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയറിൽ 3.1% എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത് 2.9%. US ജനുവരി കോർ ഇൻഫ്ലേഷൻ റേറ്റ് പുറത്തു വന്നത് 0.4%. എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത് 0.3%. US ജനുവരി കോർ ഇൻഫ്ലേഷൻ റേറ്റ് 3.9%. എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത് 3.7%. ഈ ജനുവരിയിലെ CPI റിപ്പോർട്ട് നേരത്തെ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന ഇൻവെസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഇന്നലെ 3 മാർക്കറ്റുകളും നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 1.35% ഇടിഞ്ഞു. S&P 500 1.37%, നാസ്ഡാക്ക് 1.80% ഇടിഞ്ഞത്. അതിലും ഏറ്റവും വലിയ ഇടിവുണ്ടായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ റാലിയിലായിരുന്ന സ്മോൾ ക്യാപ് ഇൻഡെക്സ് റസൽ 2000 ആയിരുന്നു. 3.96% ഇടിഞ്ഞത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ബാങ്കിങ് സൈഡ് അത്ര തന്നെ വീക്കായിരുന്നില്ല. കാരണം ICICI ബാങ്ക് 1.57% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്ത്. ആക്സിസ് ബാങ്കും 1.42% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. HDFC ബാങ്ക് മാത്രമാണ് അവിടെ ഇടിഞ്ഞത്. 1.17% ഇടിഞ്ഞു. ഇൻഫോസിസ് 1.37% ഇടിവ് നേരിട്ടപ്പോൾ വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്ത്. ഡോക്ടർ റെഡ്ഡി ഏകദേശം 1% ഇടിവും രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.05% ഇടിവിലും, S&P 500 0.03% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.03% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ US ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് പിന്നാലെ വലിയ ഇടിവിലേക്ക് തന്നെയാണ് പോയത്. FTSE 0.81% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. CAC മാർക്കറ്റ് 0.84% ഇടിഞ്ഞപ്പോൾ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.92% ഇടിഞ്ഞത്. സ്റ്റോക്ക് 600 ഏകദേശം 1% ഇടിവും രേഖപ്പെടുത്തി. അവിടെ ഏറ്റവും വലിയ ഇടിവിലേക്ക് പോയത് ടെക് സെക്ടർ തന്നെയായിരുന്നു. 2.7% ഇടിവാണ് അവിടെ നേരിട്ടത്. ഫിനാൻഷ്യൽ സർവീസസ് സ്റ്റോക്കുകൾ 1.7% ഇടിഞ്ഞു.
ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.05% നേട്ടത്തിലും CAC 0.08% നേട്ടത്തിലും FTSE 0.04% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാൻ വിപണി 38,000 എന്ന മാർക്ക് ടച്ച് ചെയ്തിരിക്കുന്നു. 1990-ലാണ് ഈ ലെവൽ അവസാനമായി ടച്ച് ചെയ്ത്. എന്തായാലും ഓപ്പൺ ചെയ്ത എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും നെഗറ്റീവിൽ തന്നെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകൾ ഗിഫ്റ്റ് നിഫ്റ്റി 21,618 എന്ന നിലയിലാണ്. 0.92%, അതായത് 200 പോയിന്റ്സിന്റെ ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇന്ന് നിഫ്റ്റിയിൽ ഏകദേശം 200 മുതൽ 210 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. വലിയൊരു ഫോൾ തന്നെയാണ്. ഇനി നിക്കി മാർക്കറ്റ്, ജപ്പാൻ മാർക്കറ്റ് 0.71% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 1.27% ഇടിവിലും സിംഗപ്പൂർ മാർക്കറ്റ് 1.40% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ US ഇൻഫ്ലേഷൻ ഡാറ്റ, ഉയർന്ന ഡാറ്റ പുറത്തു വന്നതോടെ ഓയിൽ പ്രൈസുകൾ വീണ്ടും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $82.38 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.25% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. WTI ഉള്ളത് $77.58 പെർ ബാരൽ എന്ന നിലയിൽ 0.37% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ബിസിനസ് സ്റ്റാൻഡേർഡ് എന്നീ സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ഒന്നും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഞങ്ങൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. പഠിച്ചതിനും ശേഷം മാത്രം ട്രേഡ് എടുക്കുക. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.